ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം നിങ്ങളിലേക്കും കൂടെ എത്തിച്ചേക്കാന്ന് വിചാരിച്ചാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ഗ്രാൻഡ് മാസിന്റെ സേമിയയാണ്. അപ്പം ഇത് ഇച്ചിരി കട്ടിക്കുറവുണ്ട് സാധാരണ സേമിയനേക്കാളും. എന്നാലും ഇത് കുക്കറിനകത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ കുക്കറിനകത്ത് വേവിക്കാവേ. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കർ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ കുക്കറിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ നമ്മൾ ഈ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇല്ലേ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ. ഇപ്പൊ സേമിയയുടെ കളറൊക്കെ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ ഈ ഫ്രഷ് മിൽക്കാണ് എടുത്തേക്കുന്നത്. KD കൗവിൻ്റെ ഫുൾ ക്രീമിൻ്റെ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് ചേർക്കുന്ന ആ സേമിയയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാന്. ഇപ്പം പാലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സേമിയ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. ഒറ്റ വിസിൽ കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. സേമിയ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1.5 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ ഒരു വിസിൽ അടിച്ചു കേട്ടോ. ആ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇപ്പൊ ഈ പാലിലേക്ക് ഒരു പകുതി കണ്ടൻസ്ഡ് മിൽക്ക്, ഈ ബോട്ടിലിന്റെ പകുതി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാവേ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ചോട്ടി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ. സേമിയ ഇല്ലേ അതുണ്ടോ, ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാവേ. ഇതുണ്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരിച്ചിരി നമ്മൾ പാലും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് വിട്ട് വിട്ട് കിട്ടും. ഞാൻ എടുത്ത കുക്കർ ചെറുതായതുകൊണ്ട് ഞാൻ ഒത്തിരി പാൽ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു. കാരണം പുറത്തോട് മുഴുവൻ തൂവുണ്ടല്ലോ എന്നോർത്ത്. അപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലേശം പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും അതങ്ങ് സെപ്പറേറ്റ് ആയി കിട്ടിക്കോളും കേട്ടോ. സേമിയ അതുപോലെ അങ്ങ് കട്ട പിടിച്ചിരിക്കില്ലേ. ഇത് കണ്ടോ, ഇപ്പൊ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ആ സേമിയ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. തിളപ്പിച്ച് വെച്ചിരുന്ന പാലിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മള് ബാലൻസ് ഇരിക്കുന്ന മിൽക്ക് മെയ്ഡും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് മൊത്തം ചേർത്ത് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം 397 ഗ്രാം ആട്ടോ വരുന്നത് ഈ ഒരു ബോട്ടിലിനകത്ത് ഇത് മൊത്തം. ഇനി നിങ്ങൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള മധുരം, പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പം ഇച്ചിരി കൂടെ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒരു ഇച്ചിരി കൂടെ നല്ല തിക്കായിട്ടൊക്കെ വരും നമ്മുടെ പായസം.
നമ്മുടെ പായസമൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവ് തോന്നി കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ്. മിക്സ് ചെയ്യാം കേട്ടോ. ആ ഏലക്കയൊക്കെ അങ്ങ് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാൻ കൂടി. അപ്പം തന്നെ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ, ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിലിപ്പോൾ ഏകദേശം മൊത്തത്തിൽ ഒരു 2 ലിറ്റർ പാല് തന്നെ വേണ്ടി വന്നു കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിതുവരെയായിട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനിയിപ്പം ഇത് ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് കുറുകിയില്ലേ, ആ സമയത്ത് നമുക്ക് തിളപ്പിച്ച വെള്ളമില്ലേ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ പായസം ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരുമല്ലോ. അപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ മൊത്തം പാലിനകത്ത് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് കുറച്ച് നട്ട്സ് നമുക്കൊന്ന് വറുത്ത് ചേർക്കാവേ. ഇപ്പം ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുത്ത് സ്റ്റൗ ഓൺ ആക്കിയേ. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എടുത്തിട്ടുണ്ട്, അതങ്ങ് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത്രേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെയൊക്കെ കളറ് ലേശം മാറി വരുന്നുണ്ടല്ലോ, ഈ കാഷ്നട്ടിൻ്റെ കളർ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് മാറി വരുന്ന സമയത്ത് ഞാൻ സെപ്പറേറ്റ് എല്ലാം വറുത്തെടുക്കുന്ന കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മുന്തിരിങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വീർത്ത് വരും. ആ ഒരു പരുവാകുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പം മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് അതുകൊണ്ട് അതങ്ങ് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാവേ. ഇതിൽ കൂടുതൽ കിടന്ന് ആക്കിയാൽ അത് മൊത്തം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിങ്ങായും അതിനകത്തുള്ള ആ നെയ്യ് ഉൾപ്പെടെയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങ് മൂടി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അതിനകത്ത് ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാതെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാതെ നമ്മുടെ അടിപൊളി പായസം റെഡിയായി കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അടിപൊളി പായസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല അടിപൊളി പായസമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നല്ല കുറുകിയൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.